ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ടു സഫാസ് കുക്ക് ആൻഡ് വ്ളോഗ്. അപ്പോൾ കുറച്ചായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാൻ ആഗ്ര ടു ഡൽഹീൻ്റെ ഫുൾ വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ബാക്കിയോടെ ഞാൻ ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടും. പക്ഷേ കുറച്ച് ടൈം പിടിക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഞാൻ ആഗ്രഹിച്ച ഒരു ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ കുറ്റിയടിയാണ് കേട്ടോ ഇന്ന്. ഞങ്ങളുടെ ഒരുപാട് കാലത്തൊരു സ്വപ്നമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 8:45 കേട്ടോ. അപ്പോൾ 9 മണിക്കാണ് കുറ്റിയടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ എത്തും. റുഫിയാക്കൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരും ഒക്കെ എത്തും. ഇത് ജാനുവരി 30 കേട്ടോ ഇന്നത്തെ ഡേറ്റ്. അപ്പോൾ ഇന്നാണ് കുറ്റിയടി. പക്ഷേ ഇതിൽ 2-3-4 ദിവസത്തെ വീഡിയോയും കൂടി ആഡാക്കിയിട്ട് ഒറ്റ വ്ളോഗാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ജാനുവരി 30-ന് കുറ്റിയടി മാത്രമാണ്. പിന്നെ 2-3-4 ദിവസം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളെ തറൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതൊക്കെ കൂടി ഇൻക്ലൂഡാക്കിയിട്ട് ഒറ്റ വ്ളോഗാട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെ സ്ഥലത്തേക്ക് എത്താനായിട്ടുണ്ട്. ഞങ്ങളെത്തുമ്പോഴേക്കും എൻജിനീയറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ഥലത്തെത്തി. പിന്നെ മീനു വന്നിട്ടില്ല കേട്ടോ ഞങ്ങളെ കൂടെ. അവളെ ടീച്ചറെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അവൾക്ക് ടീച്ചർക്ക് സർപ്രൈസൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂളിൽ പോയി. അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നാത്തോനും ഉമ്മയൊക്കെ വന്നു. അവർ സാധനമൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വേറൊരു തറ ഇട്ട് വെച്ചിട്ടുണ്ട്. റഫീഖിൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ്. അപ്പം അതിൻ്റെ മുകളിലോട്ടൊക്കെ വെച്ചിട്ടുള്ളത് എൻ്റെ ബാഗും ഒക്കെ. പിന്നെ റഫീഖിൻ്റെ കുറച്ച് കുടുംബക്കാർ വന്നിട്ടുണ്ട്, അമ്മോനും പിന്നെ ഉസ്താദന്മാരും അങ്ങനെ. പിന്നെ റഫീഖിൻ്റെ അമ്മയും എളാമാരൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അവർ വരുന്നുണ്ട്, എത്താനായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വരുമ്പോഴേക്കും ഇവരിതാ സ്ഥലമൊക്കെ ഒന്ന് അളന്ന് റെഡിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് അടിക്കാൻ നല്ലൊരു ഉറപ്പുള്ള കുറ്റി വേണമല്ലോ. അപ്പോൾ റഫീഖ അത് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങി റഫീഖ ഇപ്പോൾ വരും. അതുപോലെ തന്നെ കമ്പി വേണം ചുറ്റിലും കെട്ടാനായിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ മോളിതാ രാവിലെ തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നതല്ലേ. പോക്ക് ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇത് വിട്ടിട്ടില്ല. അങ്ങനെ റഫീഖിൻ്റെ അമ്മയും എളാമാരും ഒക്കെ എത്തിയിട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറ്റി അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അൽഹംദുലില്ലാ ഉസ്താദ് കുറ്റി അടിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ റഫീഖ കുറ്റി അടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ റഫീഖ അടിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് എല്ലാവരും, ഞാനും മക്കളും അതുപോലെ തന്നെ എല്ലാവരും അവിടെ വന്ന എല്ലാവരും തന്നെ കുറ്റിയടിച്ചു. അൽഹംദുലില്ലാ റാഹത്തായി. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ഞാൻ ആഗ്രഹിച്ച മറ്റൊന്നും എൻ്റെ ലൈഫിലുണ്ടാവില്ല. അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ സ്വന്തമായിട്ടൊരു വീട്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. കാരണം ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്. എന്താ പറയുക, ഇത് ഞാൻ ഒരുപാട് കാലം കൊണ്ട് സ്വപ്നം കണ്ട് നടന്ന ഒന്നാണ് ഇപ്പോൾ ഇന്നിവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അത്രയും ഹാപ്പിയാണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും ഞാൻ ഹാപ്പിയാണ്. ഇത് ഞങ്ങളുടെ വീടെന്ന സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. എന്നാലും ഇങ്ങനൊരു ഇത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കേട്ടോ, ഇത്ര പെട്ടെന്നൊരു കുറ്റിയടിയും കാര്യങ്ങളൊന്നും. അപ്പോൾ അതാണിപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, പഠിച്ചവനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. അപ്പോൾ കുറ്റിയടിയൊക്കെ കഴിഞ്ഞു. എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഓരോ പലഹാരങ്ങളും അതുപോലെ തന്നെ റഫീഖിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്തിട്ടും മറ്റേ എൻ്റെ വീട്ടിൽ നിന്ന് കറുത്തലുവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാണ്. അങ്ങനെ പിന്നെ പല കേക്കുകളും കാര്യങ്ങളും അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യലും അടുത്തുള്ള അയൽവാസിയൊക്കെ കൊടുക്കലും ഒക്കെ ആണ് കേട്ടോ. എൻ്റെ മോൻ ഇതൊന്നും അറിയാതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആ ദിവസം അവിടെ തീർന്നു കേട്ടോ. ഇത് അതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോയി അവിടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അടിച്ച ആ കുറ്റിയാണ് കേട്ടോ അത്. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിനൊരു ഇത് ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഒരു കുറ്റി അടിച്ചതിന് ഇത്രമാത്രം പറയാനുണ്ടോ. പക്ഷേ എന്താ പറയുക, ആ ഒരു അവസ്ഥയിലൂടെ പോയവർക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം ഒരു
സംഭവമാണെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ തറക്കല്ലിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനും റഫിയാക്കും മോളോടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത്. പിന്നെ ഇളയച്ചനും എൻ്റെ അമ്മായിമ്മയും റഫിയാക്കൻ്റെ ഉമ്മയും വന്നിട്ടുണ്ടായിനി. മോള് പിന്നെ കുറ്റിയടിക്കുന്ന അന്ന് അവൾക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവൾ തറക്കല്ലിടുന്ന അന്ന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ തറക്കല്ലിടാൻ വേണ്ടി പോവുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങളെല്ലാവരും കൂടെ തറക്കല്ലിട്ടു. അപ്പോൾ ഇനിയും പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു വീടാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഈ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്